ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ബ്രേസ്ലെറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് അവിടുത്തെ കളക്ഷനിൽ. ഫൈനലി വി ഹാവ് അവർ ഫുഡ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബ്രേസ്ലെറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ജ്വല്ലറി പോവാണ്. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. എൻ്റെ ഒരു ബർത്ത്ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ പോയി നിൽക്ക്. ഇവിടേക്ക് നോക്കണം നമ്മൾ ബർത്ത്ഡേക്ക് വിളക്ക് ഊതാൻ പാടില്ലെന്നല്ലേ? ഞാൻ ഊതാൻ ഇതാക്കാം. പാട് പാടും. അന്നൊന്നും പറയുന്നില്ല. അന്നെ മോൻ നോക്കിക്കണ കിട്ടാ അങ്ങോട്ട് പോലെ. ഓലിക്കോ ഇത് കിട്ടോ? അയ്യോ, അത് പാവ എന്റെ പേരല്ലേ. താത്ത വേ കുടിക്കും. പാവം കുട്ടികളൊക്കെ നോക്കിക്കണം. ഇതാ മിഠായി എടുത്തോളേ. ഹലോ, എന്താ തുറന്നോക്കട്ടെ. നിങ്ങളെല്ലാരും ഇങ്ങനെ നോക്കിക്കൾ കണ്ണടക്കിട്ട് ഭർത്താവല്ലേ? അതുകൊണ്ടാ. ഇന്ന് ആക്ച്വലി വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് കുറേ ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മളങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതേ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വന്നു. അപ്പോൾ നമ്മൾ KFCയും ചാർക്കോളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. KFC ആൻഡ് ബോറിസൗർ.
അങ്ങനെ ദേ നമ്മൾ ഇത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നപ്പോഴേക്കും ഒരു 2:30 ഒക്കെ ആയി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. ഇവരെല്ലാവരും അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 3 ഒക്കെ ആവുമ്പോഴേക്കും പോയി. അപ്പോൾ നമ്മൾ ഇതേ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഏർലി മോർണിംഗ് മീൻസ് ഇറ്റ്സ് ഒരു 10 AM ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സഞ്ജുവേട്ടനെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബ്രേസ്ലെറ്റ്. അപ്പോൾ പുള്ളി ഇത് ഇന്നലെ തന്നെയാണ് പോയിട്ട് വേഗം പർച്ചേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ അവിടെ ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇത് റീപ്ലേസ് ചെയ്യും എന്ന്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടത് പോയി എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം വേറെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു പവനിലും മീതെ ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോയിട്ട് നമുക്ക് നോക്കാം ഇനി എങ്ങനത്തെയാണ് അവിടെ കളക്ഷൻസ് ഉള്ളത് എന്ന്. അപ്പോൾ നമ്മൾ ദാമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അക്ഷയ തൃതീയയ്ക്ക് കല്യാൺ മലബാറൊക്കെ കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് തന്നെ. നമ്മൾ അന്നും ആദ്യം ദാമാസ് ജ്വല്ലറിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ മോളിലോട്ട് പോവുകയാണ്. യാ അങ്ങനെ നമ്മളിതേ ദമാസിലെത്തി. നല്ല അടിപൊളി ജ്വല്ലറിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ടൈപ്പ് ഓഫ് മാലകൾ, റിങ്സ്, ബ്രേസ്ലെറ്റിന് തന്നെ പല കൈൻഡ് ഓഫ് ഒത്തിരി കളക്ഷൻസ് അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി നമ്മൾ കുറേ നേരം നോക്കി ഇഷ്ടപ്പെട്ടൊന്നുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലോണം വെയിറ്റ് കുറവായിട്ടാണ് വരുന്നത്. ഇതിൽ ഈ കാണുന്ന ഈ ഒരു സ്ക്വയർ ഇതാണ് ഞാൻ എടുത്തത്, പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ആ ഫസ്റ്റിൽ ആ സ്ക്വയറിൽ കണ്ടില്ലേ, ആ സ്ക്വയറിൽ കണ്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒത്തിരി നേരം നോക്കി ഫൈനലി ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്തോ. അപ്പോൾ നമ്മളത് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുവാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒന്നുണ്ടായിരുന്നു, പക്ഷേ അതെടുത്തില്ല. അപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ആദ്യം സഞ്ജുവേട്ടൻ വാങ്ങിയതിനേക്കാളും കുറച്ചുകൂടി വെയിറ്റ് കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്തത് ഫൈനലി. ആൻഡ് ഐ ലൈക്ക് ദിസ് ഗിഫ്റ്റ് വെരി മച്ച്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മീൻസ് ഫസ്റ്റത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ ഇങ്ങനെ പറഞ്ഞു വെച്ചായിരുന്നു നമുക്ക് എന്തായാലും ഒന്ന് വന്ന് കളക്ഷൻസ് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. Oh, this was very nice piece. I don't like that. I like it. Oh, sorry, I like it because his selection now. I like this more, even more. ആ ചേട്ടൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഇതിന് പറഞ്ഞതാണ് ഐ ഡോണ്ട് ലൈക്ക് മേ. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്തായാലും നമ്മൾ മാറ്റിയെടുക്കല്ലേ, ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്തിനു മാറ്റുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ പുള്ളിയുടെ മനസ്സിൽ എന്തായാലും വരുമല്ലോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ല അടിപൊളി മാലകളും നെക്ലേസുകളും അതുപോലെ ബാംഗിൾസ്, അതുപോലെ കണ്ടില്ലേ വലിയ വലിയ നെക്ലേസിൻ്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻ. ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റ് കളക്ഷൻ. കുറേ അവർ ഉള്ളിലും ഉണ്ട് കേട്ടോ. നമ്മുടെ സച്ചിൻ ടൈപ്പൊക്കെ ഉണ്ട്, കുറേ ടൈപ്പ്. എനിക്കിതാ ഈ സ്റ്റോൺ വെച്ചതാണ് എനിക്കിഷ്ടപ്പെട്ടത്. 1 2 3 4 5 6 7 8 9 10 11 11ാമത്തെ 10ാമത്തെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഈ കാണുന്നതാണ് ജ്വല്ലറിയുടെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒത്തിരി വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഡയമണ്ട്, റൂബി, അങ്ങനെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി നല്ല കളക്ഷൻസ് ഉള്ള ഒരു ജ്വല്ലറി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഇതിൽ ആ റൗണ്ട് ആയിട്ടുള്ള മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ മാലകളും നല്ല ഭംഗിയുണ്ട്. പൊതുവേ സ്വർണ്ണം നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങാനും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ഗോൾഡ്. അപ്പോൾ അങ്ങനെ അവിടെ ആ ചേട്ടൻ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ പുള്ളി നോക്കുകയാണ്. ഞാനിപ്പോൾ നേരത്തെ ഈ പറഞ്ഞ ഈ ഒരു മൊത്തം കളക്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൗണ്ട് വരുന്നതാണ്. ഇതെനിക്ക് കാണാത്ത പോലെ തോന്നി ഒരിത്. അപ്പോൾ ഈ നെക്ലേസുകളൊക്കെ കാണുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ
ഈ ഫസ്റ്റ് വൺ ഒക്കെ നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് സെക്ഷനിൽ ഈ സെക്കൻഡ് വൺ യെസ്. അപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മാലയാണ് കാണാൻ വേണ്ടിയിട്ട്. മുല്ലമുട്ടിൻ്റെ വേറൊരു മോഡലാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എനിക്കെപ്പോഴും ഇങ്ങനെ സാധാ അങ്ങനത്തെ മാലകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്. ഇന്ന് വന്ന് സെലക്ട് ചെയ്തതാണ് ഈ ബ്രേസ്ലെറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മളതേ ഫൈനലി ബില്ലിംഗ് സെക്ഷനിലോട്ട് കടന്നു. അവർ ബിൽ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. താങ്ക് യു. അങ്ങനെ നമ്മൾ ദേ ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വി ആർ ഡയറക്റ്റ്ലി ഗോയിങ് ബാക്ക് ടു ഹോം. ആൻഡ് ഇറ്റ് വാസ് റിയലി എ വെരി ഹാപ്പി, ജോയ്ഫുൾ ആൻഡ് മെമ്മറബിൾ ഡേ ഓഫ് മൈ ലൈഫ്. ഒത്തിരി സർപ്രൈസസ്, അതുപോലെ തന്നെ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ബിക്കോസ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഫ്രണ്ട്സ് വന്നിട്ട് എല്ലാവരും കൂടിയിട്ട്, എനിക്ക് ഉറപ്പായിരുന്നു കേക്ക് കട്ടിങ് ഉണ്ടാവും എന്ന് എനിക്കറിയാം, അതുപോലൊരു ഗിഫ്റ്റും ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഇതായിരിക്കും, ബ്രേസ്ലെറ്റ് ആയിരിക്കും, അങ്ങനെയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ബാഗ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ബ്രാൻഡഡ് ബാഗ്. ലൈക്ക് ഹി നോസ്, ലൈക്ക് ഞാനിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇനി അത് കണ്ടുപിടിച്ചിട്ട് എങ്ങാനും, അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിവേ ഐ എം സൂപ്പർ ഹാപ്പി. Thank you so much everyone. Everyone means everyone. Lots of wishes and blessings. Especially Sanjuatan, my mom, dad, sister, mother-in-law and all friends. Everyone. Thank you so much for making this day memorable.